കൂട്ടുകാരി അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ശ്രീയേൻ്റെ കൂടെ മക്കൾ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ, പൈങ്കുളങ്ങരയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അധികം ആളുകളൊന്നും ഇന്നിപ്പോൾ ഇവിടെ ഇല്ല, ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ രാവിലെ തന്നെ ഉള്ളൊരു വൈബും വീഡിയോസാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. രാവിലെ തന്നെ ഫോൺ കണ്ടെങ്കിൽ പിന്നെ മക്കൾക്കൊക്കെ ഫോൺ വേണ്ടി വരും. അപ്പോൾ പിന്നെ ഫോൺ അങ്ങനെ അധികം രാവിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കാറില്ല കേട്ടോ. രണ്ടാൾക്കും ഒരാൾക്ക് കൊടുത്ത ഒരാൾക്ക് വേണം, അങ്ങനെ വാശിയാവും. അതുകൊണ്ട് തന്നെ ഫോൺ ആരുടെ കയ്യിലും കൊടുക്കലില്ല കേട്ടോ. ഇന്നലെ അഖണ്ഡനാമ ജപയജ്ഞ നൃത്തം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ശ്രീയേട്ടൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്താണ് അമ്പൽ ക്ഷേത്രം, കോണൂർ മഹാവിഷ്ണു ക്ഷേത്രം, ഒറവമ്പുറം. അപ്പോൾ അവിടേക്ക് പോയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ. അങ്ങനെ പോയി വന്നപ്പോൾ ഞാൻ ഇവിടേക്ക് ശ്രീയേട്ടൻ ഇങ്ങോട്ടാക്കി തന്നു, മക്കൾ അങ്ങോട്ട് പോയി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നിൽക്കാറുണ്ട്. പിന്നെ എനിക്ക് ഒരു പല്ലുവേദനൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾ, പിന്നെ ഫിസിക്കലായിട്ട് അറിയാലോ, കയ്യിനൊരു തരിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പം ഞാൻ വീട്ടിൽ തന്നെയാണ് കേട്ടോ. എന്നാലും വീട്ടിലാണെങ്കിലോ എടുത്ത പണിയൊക്കെ ഞാൻ തന്നെ എടുക്കൽ, കാരണം അമ്മയ്ക്ക് പണിക്ക് പോകാനാകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ഒരുക്കും കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ ചായക്ക് കടി എന്ന് പറയുന്നത് നമ്മൾ പ്രഭാത ഭക്ഷണം, രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നല്ല നേന്ത്രപ്പഴമുള്ള മൈസൂർ പഴം, അതുപോലെ തന്നെ പുട്ടാണ് കേട്ടോ. പുട്ട് എൻ്റെ ഫേവറേറ്റാണ്. നൂൽപുട്ട്, പുട്ട്, ചപ്പാത്തി, കടലക്കറി അങ്ങനെയൊക്കെയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് എന്താണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. നമ്മൾ വീഡിയോസ് കാണുന്നവർ എവിടെ നിന്നാണ്, എങ്ങനെയാണ്, എന്താ പേര് ഒക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. പല ആളുകളും നമ്മൾ വീഡിയോസ് കാണുന്നുണ്ടാവും, പല ആളുകളും നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നവരുണ്ടാവും. ഏതായാലും വീഡിയോ കൂടുതലായിട്ട് കാണുന്നവരെയും നമ്മളെ സ്നേഹിക്കുന്നേ, നമ്മൾ സപ്പോർട്ടാക്കുന്നേ ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് ഫാമിലി മെമ്പേഴ്സും ഒക്കെ നമുക്ക് ചുറ്റുമുള്ളതുകൊണ്ട് തന്നെ നമ്മളെ ചാനൽ അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ല എന്ന പോലെ അങ്ങനെ പോവുകയാണ്. ഓരൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ എവിടെ എത്തി വെച്ചാൽ മതി, അല്ല പിന്നെ. അപ്പോൾ നമ്മൾ നല്ല നാളികേരം അങ്ങോട്ട് ചരുവി അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. പണിയെടുക്കുക എന്നുള്ളത് പറയണത് ഭയങ്കര മടിയാണ്, എടുക്കാൻ നിർത്തിയില്ലല്ലോ. അവിടുത്തെ പോലെ നല്ലല്ലോ. ഇവിടെ അമ്മേൻ്റെ നല്ല അടി അങ്ങോട്ട് കിട്ടും. അമ്മേൻ്റെ ചെറിയ കുട്ടിയെ ഞാൻ അടി അങ്ങോട്ട് കിട്ടും പണിയെടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ ഇന്നത്തെ രാവിലത്തെ കടി എന്ന് പറഞ്ഞാൽ പുട്ടും അതുപോലെ തന്നെ ചെറുപഴമാണ് കേട്ടോ. സംഭവം എന്താണെന്നോ, അമ്മേനോട് ഞാൻ പറഞ്ഞേ, അമ്മ ചെറുപയർ വാങ്ങുക അറിഞ്ഞിട്ട് അമ്മ കേട്ട ചെറുപഴമാണെന്നാണ്. അപ്പോൾ ചെറുപഴം വാങ്ങി വന്നിട്ട് കേട്ടോ. അന്ന് കുഴപ്പമില്ല, ഇന്ന് പുട്ടും ചെറുപയറും ആക്കാം, ചെറുപഴം ആക്കാം. അപ്പം അങ്ങനെ പുട്ടിനൊക്കെ ഉള്ളതൊക്കെ നാളികേരമൊക്കെ ചിരവി അങ്ങോട്ട് സെറ്റായതിന് ശേഷം കുറച്ച് നാളികേരത്താണ് പുട്ടുപൊടിക്ക് അങ്ങോട്ട് വിതറി കൊടുക്കുക. ആവശ്യത്തിനായിട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് വൃത്തിയാക്കുക. അജ്മീൻ്റെ പുട്ടുപൊടി ആയതുകൊണ്ട് ജീർണിക്കുന്ന പുട്ടുപൊടിയാണ് കേട്ടോ. എന്ത് സാധനമാണെങ്കിലും എല്ലാതും അധികം നല്ലതൊന്നുമല്ല തോന്നുന്നുണ്ട്. ഇങ്ങനെ എനിക്കറിയില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഇപ്പം എല്ലാ ആൾക്കും പഴയ പുട്ടുപൊടി, കല്ലപ്പം പുട്ടുപൊടി ഒന്നും ആർക്കും ഇഷ്ടമല്ലല്ലോ. എനിക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? പിന്നെ നല്ല ചിക്കൻ കറി, മീൻ കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഒന്നുമില്ല, പഴം വെച്ച് അങ്ങോട്ട് കഴിക്കാം. പിന്നെ ഞങ്ങളൊരു പുട്ടും കുറ്റീൻ്റെ അവസ്ഥ, എൻ്റെ അമ്മോ, അതിൻ്റെ ചില്ലയിൽ അടങ്ങി കുത്തിരിക്കുമല്ലോ കേട്ടോ. അടങ്ങി കുത്തിരിക്കാത്തതുകൊണ്ട് ആണ് പുട്ടും കുറ്റീനെ കോലപ്പം അങ്ങനെ കേട്ടോ. ഏതായാലും ഒരു പുട്ടും കുറ്റിയൊക്കെ വാങ്ങണം, അല്ലാതെ നിവൃത്തിയില്ല. ചില്ലടങ്ങിക്കാൻ വേണ്ടി ഷേപ്പാക്കിയതാണ് കേട്ടോ. അപ്പോൾ പുട്ടും കുറ്റിയിൽ കുത്തിക്കഴിഞ്ഞ് പുട്ടും കിട്ടൂല, അങ്ങനെ പോലെയാണ്. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല പറഞ്ഞ പോലെയാണ്. അയ്യോ, ഈ ഇത് തുറന്നിട്ടാൽ ഗ്യാസിൻ്റെ അവിടേക്ക് ഇങ്ങനെ ഇത് കാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്യാസൊക്കെ വേഗം കഴിയും. പിന്നെ അത് വേഗം പൊട്ടി കണ്ടിട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ കിച്ചണിൽ നമ്മൾ പണി തുടങ്ങിയിട്ട് വിറക് കുറവാണ്, അതുകൊണ്ടാണ് ഈ ഒരു ഗ്യാസുമുള്ള പരിപാടി. അപ്പോൾ അതിന് ശേഷം നമ്മൾ പുട്ടുപൊടി പുട്ടൊക്കെ ചിലപ്പോൾ ഗ്യാസില്ലാത്ത അടുപ്പ് സമയത്ത് അടുപ്പത്ത് തന്നെ ഇട്ട് ഉണ്ടാക്കിയിരുന്നത്. അതാണെങ്കിലോ അടുപ്പത്ത് വെച്ച് അതിന് കുഴി ചാടും ചെയ്യാണ്ട് കല്ലൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണെങ്കിൽ വെക്കും. അവസാനം കല്ലും കൂടി എടുക്കുമ്പോഴേക്കും കല്ലും ചാടും പുട്ടുകുറ്റിയും ചാടും. അപ്പോൾ അങ്ങനെ പുട്ടുണ്ടാക്കൽ കുറച്ച് കാലം നിർത്തിയിട്ടുണ്ടായിരുന്നു ഗ്യാസ് ഇല്ലാത്തൊരു സമയത്തായപ്പം. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഗ്യാസ് ഉണ്ട്. അപ്പോൾ പുട്ടുകുറ്റി അധികമൊന്നുമില്ലല്ലോ, നമ്മൾ ഈ രണ്ടാൾക്കല്ലേ, വലിയ ഗ്യാസിനും വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പുട്ട് ഞാൻ ആദ്യം വെള്ളം വെച്ചപ്പോൾ
പൊട്ടിലേക്ക് ആവി ഇങ്ങനെ വരൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും അവന് പിന്നെ പുട്ടൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമ്മയ്ക്ക് എന്താ പരിപാടി ചോദിച്ചാൽ, അമ്മ എന്താ പരിപാടി ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ വാഴ നട്ടു. അതാണ് വാഴ നട്ടത് നമുക്ക് കാണാൻ പോലെ കൂട്ടുകാരെ. അപ്പം നമ്മൾ വീട്ടിലെ വാഴ നട്ടത് എവിടെയാണ്, എങ്ങനെയാണ്, നമ്മൾ വീട്ടിലാണ് മുറ്റമാണ് ഇട്ടത്. നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ 2 തെങ്ങ് നട്ടിട്ടുണ്ട്, ഉപകാരം വേണ്ട നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വലിയൊരു പ്ലാവുണ്ട്, പ്ലാവിൽ ചക്ക ഉണ്ടാവും തോന്നുന്നു അടുത്ത കൊല്ലം എന്ന് വിചാരിക്കുക, പ്രാർത്ഥിക്കല്ലാരും കേട്ടോ. അപ്പം കുറച്ച് ചേമ്പും ചേനയും എല്ലാ തേങ്ങയും മാങ്ങയുണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വാഴ നട്ടിട്ടുണ്ട്. വാഴക്കുലയ്ക്ക് ഉപകാരമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ സൂര്യപ്രകാശം തട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അങ്ങോട്ട് ഇല അങ്ങോട്ട് പറിച്ചങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ടോ, അത് മുറിച്ചിട്ടാണ്. അപ്പോൾ അമ്മ അവിടെ അപ്പുറത്ത് കുത്തിക്കുവാണ്. അപ്പുറത്ത് കുത്തൊന്നും വേണ്ട, സൂര്യന് പ്രകാശം തട്ടിയിട്ട് വാഴ വളരട്ടെ. ഏതായാലും നമ്മൾ വളർന്ന് വലുതായി, വാഴയെങ്കിലും വളരട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ അമ്മ വാഴയൊക്കെ നട്ട് റെഡിയാക്കിന് കേട്ടോ. പിന്നെ അധികം വലിയ സ്ഥലങ്ങളൊന്നുമില്ല, 5 സെൻറ്റ് സ്ഥലമാണ്. പക്ഷേ എങ്കിലും അതിൽ എല്ലാ സാധനങ്ങളും കുഴിച്ചിട്ടാണുള്ളതൊക്കെ കുഴിച്ചിടും, കിട്ടുന്നതൊക്കെ കുഴിച്ചുണ്ടാക്കും കേട്ടോ. പിന്നെ അമ്മേൻ്റെ തെച്ചിപ്പൂവിന് എന്തോ പ്രശ്നമുണ്ട്. പിന്നെ ഇതാ നമ്മുടെ കരിവേപ്പില, തൊട്ട് പോകരുത് ആ കരിവേപ്പിലമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മ. പിന്നെ കുറച്ച് ചീനാപ്പറങ്ങി തൈകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചീനാപ്പറങ്ങി മുളകൊക്കെ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മേൻ്റെ മധുരക്കിഴങ്ങ്, അതായത് നമ്മൾ ചക്കരക്കിഴങ്ങ് നിങ്ങൾക്ക് എന്താ പറയുക, മധുരക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ് എന്താണെങ്കിലും കമൻറ്റ് അറിയിക്കാം. പിന്നെ നമ്മൾ തെങ്ങ് നമ്മുടെ കിണർ. അപ്പോൾ അതിനുശേഷം അമ്മയുടെ കുട്ടികൾക്ക് വെള്ളം കൊടുക്കുന്നത് നമ്മൾ നമ്മുടെ മക്കളെ പോലെ കരുതി കഴിഞ്ഞാൽ അവർ പൂർണ്ണമായി നല്ല രീതിയിൽ വളർന്ന് പന്തലിച്ച്, നമുക്ക് അത്യാവശ്യം നല്ല വാഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല വാഴക്കൊലയും കാര്യങ്ങളൊക്കെ ഇടിയുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഈ പഞ്ചായത്ത് മൊത്തം, അതായത് ഗ്രേസ് റൂളിലുള്ള എല്ലാ വീടുകൾക്കും പല ആളുകൾക്കും എത്തിച്ചിടണം കിട്ടണം. അങ്ങനെ തലയ്ക്കൊന്നും എത്തിയില്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അങ്ങനെ എത്തിച്ചിടണം. അങ്ങനെ നമ്മുടെ ഓരോ പുട്ടും അങ്ങോട്ട് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവി നന്നായിട്ട് പറന്നപ്പോൾ ഞാൻ ഗ്യാസ് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുട്ടും കുറ്റിയിൽ നിന്ന് പുട്ട് തട്ടുക എന്നുള്ള പരിപാടിയാണ്. ഇത് തട്ടലാണ് ഒരു ടാസ്ക് കേട്ടോ. തട്ടിക്കഴിഞ്ഞ് പുട്ട് കിട്ടുമോ എന്നുള്ളതും മെയിനായിട്ടുള്ളത് നോക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ പതുക്കെ ഞാൻ വാട പുട്ട് നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പുട്ടും കുറ്റിയും എന്ന് തൊട്ട് പുട്ടും പാത്രം കുറ്റി അങ്ങോട്ട് എടുത്തിട്ടോ. ഏതായാലും പുട്ടൊക്കെ നന്നായിട്ട് വെന്ത് വണങ്ങിയിട്ടുണ്ട്, അത് വേറെ കാര്യം. ഇനിയൊരു എൻ്റെ പുട്ടും കുറ്റീൻ്റെ ഒരു പച്ച സാധനം ഉണ്ട്, കോല് കുത്തുന്നത്, അത് എങ്ങോട്ടോ ഞാനെടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട്, കുട്ടികൾ തമ്മിൽ തല്ലോടി കളിച്ചിട്ടേ. അപ്പോൾ അങ്ങനെ ഞാനൊരു പാത്രം എടുത്ത് ഇനി അതിലേക്ക് നമ്മുടെ പുട്ട് അങ്ങോട്ട് തട്ടി കൊടുക്കാൻ പോവാണ് കേട്ടോ. പുട്ട് എന്ന് പറയുന്ന സാധനം ഒരു പുട്ട് തന്നെയാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അതങ്ങനെയാണ് എല്ലാം. പിന്നെ അപ്പം അങ്ങനെ തള്ളി കൊടുക്കണ്ടോ, ഇതും ഒരു തള്ളലല്ലേ. അങ്ങനെ പുട്ടേ വാ 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 പുട്ടേ വാ, പുട്ടിൻ്റെ ഒപ്പം ടൊണ്ടൊട്ടം. അപ്പോൾ അതിൻ്റെ പൊട്ട് അങ്ങോട്ട് പൊട്ടിപ്പോരുന്നുണ്ടല്ലോ. ഇതാണ് നമ്മളെ പുട്ടുംകുറ്റീൻ്റെ പ്രശ്നം. എന്നാൽ വീട്ടുകുട്ടിക്കില്ല വാട പൊട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയൊരു കഷ്ണം അങ്ങോട്ട് കൊണ്ട് പോയാലും പുട്ട് അങ്ങോട്ട് റെഡി ആയിട്ട്, ഏതായാലും ഉടച്ച് പൊട്ടി തിന്നാൻ തന്നെയല്ലേ, അതൊക്കെ ഒന്ന് അങ്ങനെ തന്നെ അല്ലേ, എന്നാൽ പൊട്ടിയാലും വേണ്ടിയില്ല, അങ്ങനെ തന്നെ. പിന്നെ പരാതിയും പരിഭവവും കാര്യങ്ങളെന്ന് പറയാൻ ഞാനും ഇല്ലാന്നല്ലേ, അതുകൊണ്ട് പിന്നെ പരാതിയും പരിഭവങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. അമ്മ സൂപ്പറാണ്, നല്ല അടിയും കിട്ടിയാൽ നല്ല സൂപ്പറായിരിക്കും. അങ്ങനെ നമ്മുടെ പുട്ട് അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമ്മൾ പിന്നെയും നമുക്ക് നമ്മുടെ സംഭവങ്ങളൊക്കെ അതിലേക്ക് വിതറി കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതും കൂടി വിതറിയതിന് ശേഷം നമ്മുടെ ഇന്നത്തെ കൊച്ചു പുട്ടുണ്ടാക്കലും കാര്യങ്ങളും ഇവിടെ നമ്മൾ നിർത്തുന്നതാണ്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ചെക്കൻ എണീക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കണം കേട്ടോ എനിക്ക്. ഇനി പുട്ടും ചില്ലയിലേക്ക് ആദ്യം എന്താ ഇടുക, നാളികേരം ഇട്ട് കൊടുക്കുക, പിന്നെ കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പുട്ടുത്തരികൾ ഇട്ട് കൊടുക്കുക. പുട്ടുണ്ടാക്കാൻ നിശ്ചയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കണ്ടുപിടിച്ചാലും കേട്ടോ. പിന്നെ പുട്ടായി കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓരോ പുട്ടുകൾ റെഡി ആയിട്ടുണ്ട്. ഒന്നവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത പരിപാടി എന്താ, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചുണ്ണാപ്പി എണീക്കേണ്ടത്. അപ്പോൾ ഇനി അവൻ ഇവിടുന്ന് പോവാതൊക്കെ വേണ്ടി കസാര വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഇവിടെ ചാരും പാറൊന്നും ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഒരേലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കസാര വെച്ച് കൊടുത്തിട്ടുണ്ട്. മുട്ടുത്തേ കിടക്കൽ നന്നായിട്ട് മുട്ടുത്തും. അങ്ങനെ മുട്ടത്ത് പഠിച്ച് ഇങ്ങനെ ലെവലാവണുള്ളൂ, പക്ഷെ കിടക്കൽ നന്നായിട്ട് ഇതാകും, 2 ചാട്ടകടി നിലത്തേക്ക് എത്തും. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അവിടെ അങ്ങനെ നമ്മത്തിന് പോയപ്പോൾ വാങ്ങിയ സംഭവമാണ് കേട്ടോ. ഈ ഒരു ഇത് കിട്ടിയേ നിർബന്ധം. പിന്നെ ദേവൂട്ടന് ഒരു കിലുക്കവും വാങ്ങി. അപ്പോൾ അവനത് കിട്ടി സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിലുക്കി കാണ്ടി കൊടുക്കാൻ കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കിലുക്കം. ഏതായാലും ഇന്നലെ രാത്രി ആയപ്പോഴേക്കും ഓന് ഉറങ്ങിയിട്ടുണ്ടെന്ന് കളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് കിലുക്കം എൻ്റെ കുട്ടീൻ്റെ മോൻ്റെക്ക് കുറ്റമൊന്നും കിലുക്കത്തിരുന്നതുകൊണ്ട്. ഏതായാലും പിന്നെ ഞാൻ അതവിടെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടോ. അപ്പോൾ അവനിങ്ങനെ മുട്ടുത്തുകയാണെങ്കിൽ വേഗം മുട്ടുത്തി വന്നോട്ടെ വിചാരിച്ചിട്ട് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ. ഇതേപോലെ
അതെ കറണ്ടോട് പോയിട്ടോ എന്നാ സംഭവം നോക്കിയപ്പോൾ ഇതാ ഇവിടെ ഒരു തോട്ടിയോണ്ട് ഇങ്ങനെ ഇത് പൊട്ടിക്കാൻ കേട്ടോ നമ്മുടെ ലൈനും ഒക്കെ വന്ന മരങ്ങൾ ഇതൊക്കെ കൊമ്പും ചുള്ളിയൊക്കെ വെട്ടി ലെവലാക്കട്ടെ. ഏതായാലും വിറകിനുള്ള എന്താ ഒരു വഴി ഒരുങ്ങി. പക്ഷേ ഇതിൻ്റെ വിറകിന് ഉണങ്ങി കിട്ടണമെങ്കിൽ കുറച്ച് കഴിയേണ്ടി വരും. പിന്നെ പൊടന്നെയാണ് അതാണെങ്കിലോ വോയിസ് കൊടുക്കുമ്പോൾ ഉറക്കം വരിക. പൊടനിക്കൊമ്പാണ് കത്തിച്ച് കഴിഞ്ഞാൽ ആകെ പുകയുടെ പെരേൻ്റെ ഉള്ളിൽ ആകെ പുക പറഞ്ഞത് ഈ പൊടനേൻ്റെ ഇത് കത്തിച്ചിട്ടാട്ടോ. നമുക്ക് എളുപ്പം ഈ തൊടിക്ക് പോയി വിറകുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് വണ്ടൂർ KCBൻ്റെ നേതൃത്വത്തിലുള്ള കോൺട്രാക്ട് എടുത്തിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മരം ചുല്ലൊക്കെ വെട്ടാം. അങ്ങനെ അമ്മ പണിക്ക് പോവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇതുവരെ വാച്ച് ചെയ്ത ഒരുപാട് മുത്തുമണികളുണ്ടെന്നറിയാം. അവരോടൊക്കെ താങ്ക് യു. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരു.